ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രേഷോസ് PSC വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഋതുഭേദങ്ങളും സമയമാണ് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ്. PSC ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ട് കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. കാലത്തിന്റെ മാറ്റങ്ങളെയാണ് ഋതുഭേദങ്ങൾ എന്ന് പറയാം. കാലത്തിന്റെ മാറ്റങ്ങളെയാണ് ഋതുഭേദങ്ങൾ എന്ന് പറയാം. ഈ ഒരു ചാപ്റ്ററില് ഋതുഭേദങ്ങള്, അതായത് കാലങ്ങള്, വ്യത്യസ്തമായിട്ടുള്ള കാലങ്ങള്, പിന്നെ സമയവും അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഋതുഭേദങ്ങൾ എന്തുകൊണ്ടാണ് ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത്? ഭൂമിയില് സൂര്യപ്രകാശം ലഭിക്കുന്നതിന് ഏറ്റക്കുറച്ചിലുകളാണ് ഈ ഒരു ഋതുഭേദങ്ങളുടെ മാറി മാറി വരുന്ന കാലങ്ങൾ ഉണ്ടാകുന്നത്. എങ്ങനെയാണ്? വേനൽക്കാലം, മഴക്കാലം ഒക്കെ പോലെ കാലങ്ങൾ ഉണ്ടാകുന്നത് ഭൂമിയിൽ സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിലാണ്. അതിന് കാരണമാകുന്നത്, ഈ പ്രകാശത്തിന്റെ ഏറ്റക്കുറച്ചിലിന് കാരണമാകുന്നത് ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിന്റെ ചെരിവുമാണ്. അപ്പോ ചുരുക്കി പറഞ്ഞ ഋതുഭേദങ്ങള് ഉണ്ടാകുന്നതിന് കാരണം ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിന്റെ ചെരിവും മൂലം സൗരോർജ ലഭ്യതയ്ക്കുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലാണ്. ഓക്കെ, അതായത് ഭൂമിയുടെ പരിക്രമണം, അച്ചുതണ്ടിന്റെ ചെരിവ്, ഈ രണ്ടും ഋതുഭേദങ്ങളെ സ്വാധീനിക്കുന്നു. ഇങ്ങനെ ഭൂമിയുടെ പരിക്രമണം എങ്ങനെയാണ്? ദീർഘവൃത്താകൃതിയുള്ള സഞ്ചാരപാതയിലൂടെയാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്. ദീർഘവൃത്താകൃതിയുള്ള സഞ്ചാരപാത, എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് പറയും. ഇതിനെയാണ് പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ എന്ന് വിളിക്കുക. പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഭൂമി സൂര്യനെ വലം വയ്ക്കും. ഈ ഒരു വലം വയ്ക്കുമ്പോൾ സൂര്യപ്രകാശത്തില് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. സൂര്യന്റെ സ്ഥാനം നമുക്ക് മാറിയതായിട്ട് തോന്നും. സൂര്യപ്രകാശം മാറിയിട്ടാണ് ലഭിക്കുക. അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരിവും. ഭൂമിയുടെ അച്ചുതണ്ടിന് 2 തരത്തിലുള്ള ചെരിവുകൾ പറയാം. പരിക്രമണ തലത്തിൽ നിന്ന് 66°, അതായത് സൂര്യപ്രകാശം ലഭിക്കുന്നത് ഇങ്ങനെ. ഇതാണ് ഭൂമി പരിക്രമണം ചെയ്യുന്ന ആ ഒരു പൊസിഷൻ. ഈ ഒരു പരിക്രമണ തലത്തിൽ നിന്ന് ഇവിടുന്ന് 66° ചെരിവ്. പരിക്രമണ തലം എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ട് നോക്കുമ്പോൾ ഭൂമിക്ക് 66° ചെരിവുണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ. ഇനി ലംബതലം, അതായത് സ്ട്രെയിറ്റ് നോക്കുമ്പോൾ, ലംബതലം എന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു ലൈൻ കണ്ടോ, ഇതാണ് ലംബതലം. അതിൽ 23.5° ചെരിവുണ്ട്. ഭൂമിക്ക് 23.5° ചെരിവുണ്ട്. 2 തരത്തിലാണ് ചെരിവുള്ളത്. ഒന്ന് 66° പരിക്രമണ തലത്തിലും 23.5° ലംബതലത്തിലും. അതുപോലെ പരിക്രമണ വേളയിലുടനീളം ഭൂമി അതിന്റെ തുല്യമായിട്ട് നിർത്തും. ഭൂമി അതിന്റെ ചെരിവ് നിലനിർത്തുന്നുണ്ട്. ഇതിനെയാണ് അച്ചുതണ്ടിന്റെ സമാന്തരത എന്ന് പറയാം. പാരലിസം ഓഫ് ആക്സിസ് എന്ന് പറയാം. അച്ചുതണ്ടിന്റെ സമാന്തരത. ഈ ചെരിവ് ഭൂമി പരിക്രമണത്തില് സൂര്യനെ വലം വയ്ക്കുമ്പോഴും ഈ ഒരു ചെരിവ് നിലനിർത്തുന്നു. അതിനെയാണ് അച്ചുതണ്ടിന്റെ സമാന്തരത അല്ലെങ്കിൽ പാരലിസം ഓഫ് ആക്സിസ് എന്ന് പറയും. അതുകൊണ്ട് അച്ചുതണ്ടിന്റെ ചെരിവും ഈ സമാന്തരതയും എല്ലാം എന്തിനെ ബാധിക്കുന്നു? ഋതുഭേദങ്ങളെ ബാധിക്കുന്നു. ഓരോ കാലങ്ങളും മാറി വരുന്നതിന് കാരണമാകുന്നു. ഇനി ഭൂമിയുടെ പരിക്രമണത്തെ കുറിച്ച് പറഞ്ഞോ. ഇങ്ങനെ പരിക്രമണം ചെയ്യുമ്പോൾ ഭൂമി സൂര്യനും തമ്മിലുള്ള അകലം അടുത്ത് വരാം, അകന്നു പോകാം. ദീർഘവൃത്താകൃതിയാണ്, കറക്റ്റ് വൃത്തത്തിലല്ല, ദീർഘവൃത്താകൃതി ആയതുകൊണ്ട് ഭൂമിയുടെ സൂര്യന്റെയും തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും ചെയ്യും, കുറയുകയും ചെയ്യും. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം ജനുവരി 3 ആണ്. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം ജനുവരി 3 ആണ്. അതിനെയാണ് നമ്മൾ പെരിഹീലിയൻ എന്ന് പറയാം. പെരിഹീലിയൻ, സൂര്യസമീപകം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്ന് പറയാം. ഓക്കെ, അത് എത്രയാ? 147 ദശലക്ഷം കിലോമീറ്റർ അകലമാണ് ഉണ്ടാവുക ഈ സമയത്ത്. ജനുവരി 3 ആണ്, അതായത് ഒരു വർഷത്തിന്റെ ആദ്യമാണ്
ഭൂമി സൂര്യനും തമ്മിൽ അടുത്ത് വരുന്നു. ഭൂമി സൂര്യനും തമ്മിൽ ഏറ്റവും അകലെ പോകുന്നത്, ഏറ്റവും അകന്ന് നിൽക്കുന്ന സമയം, ദിവസം ജൂലൈ 4 ജൂലൈ 4 ഭൂമി സൂര്യനും തമ്മിൽ ഏറ്റവും അകലെ ഉണ്ടാകുന്നത്. അകലെ അപ്ഹീലിയൻ എന്നാണ് പറയാം. അകന്നിരിക്കുന്നത് അപ്ഹീലിയൻ. ഓക്കെ, അതിന് സൂര്യോച്ചം എന്ന് പറയും. സൂര്യോച്ചം. സൂര്യനോട് അടുക്കുന്നത് പെരിഹീലിയനും അകലുന്നത് അപ്ഹീലിയനും. പെരിഹീലിയൻ ദിവസം ജനുവരി 3, അപ്ഹീലിയൻ ജൂലൈ 4. ഓക്കെ, ഈ 4 ദിവസങ്ങളുടെ പ്രത്യേകത എന്തെന്നറിയോ? ഓരോ കാലങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഈ 4 ദിവസങ്ങള്. ഇത് മാർച്ച് 21 സെപ്റ്റംബർ 23 ഈ 2 ദിവസങ്ങള് സൂര്യന്റെ സ്ഥാനമുണ്ട്. സൂര്യന്റെ സ്ഥാനം മാറി മാറി വരുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. അത് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം നമുക്ക് സൂര്യന്റെ അയനം പറയാം. സൂര്യന്റെ അയനം അല്ലെങ്കിൽ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. ഇവിടെ ഒരു മോഡൽ വരയ്ക്കാം. ജസ്റ്റ് ഇവിടെ നോക്കാം. ഇത് ഭൂമിയാന്ന് വിചാരിക്കാം. ഷേപ്പ് കൊളായി, കുഴപ്പമില്ല. ഇത് ഇക്വേറ്റർ. ഈ സെന്ററിലുള്ളത് ഇക്വേറ്റർ ആണ്. ഇത് ഉത്തരായന രേഖ. ഓക്കെ, ഇത് ദക്ഷിണായന രേഖ. നടുവിലുള്ളത് ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ. ഓക്കെ, ഭൂമധ്യരേഖ. ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയുണ്ട്. 23.5 ഡിഗ്രി വടക്കും 23.5 ഡിഗ്രി തെക്കും. ഈ രണ്ടിനും ഇടയിൽ സൂര്യന്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സൂര്യൻ ഇവിടെ കാണാം, ഇവിടെ കാണാം, ഇവിടെ കാണാം, ഇവിടെ കാണാം, ഇതിൽ വരാം. ഓക്കെ, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മാറുന്നത് എന്തുകൊണ്ടാ? ഭൂമിയുടെ പരിക്രമണം കൊണ്ടാണ്. അല്ലാണ്ട് സൂര്യൻ എങ്ങോട്ടും ചലിക്കുന്നില്ലല്ലോ. അതിനെയാണ് ഈ ഒരു 2 അർദ്ധഗോളങ്ങൾക്കിടയിൽ, ഉത്തരാർദ്ധഗോളത്തിനും ദക്ഷിണാർദ്ധഗോളത്തിനും ഇടയിൽ സൂര്യൻ ചലിക്കുന്നു. സൂര്യപ്രകാശം മാറി മാറി കിട്ടുന്നു. ഈ ഒരു മൂവ്മെന്റ് ആണ്, സൂര്യന്റെ ഈ ഒരു മൂവ്മെന്റിനെയാണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ അല്ലെങ്കിൽ സൂര്യന്റെ അയനം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ സൂര്യൻ മാറി മാറി സ്ഥാനങ്ങളിൽ കാണപ്പെടുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ കാണപ്പെടുന്നതുകൊണ്ടാണ് ഋതുഭേദങ്ങൾ സംഭവിക്കുന്നത്. ഋതുഭേദങ്ങൾ സംഭവിക്കുന്നു. സൂര്യന്റെ അയനമാണ് ഭൂമിയിലെ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. അതായത് ഒരു പരിക്രമണ കാലം, ഒരു വർഷം, പരിക്രമണ കാലം എന്ന് പറഞ്ഞാൽ ഒരു വർഷം 365 ദിവസം സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ സഞ്ചാരഗതിയിൽ 4 സ്ഥാനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 4 സ്ഥാനങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാ? മാർച്ച് 21, സെപ്റ്റംബർ 23, ജൂൺ 21, ഡിസംബർ 22. സൂര്യൻ ഓരോരോ ഭാഗത്തേക്ക് മാറി മാറി വരുന്നതാണ് കാണിച്ചത്. സൂര്യന്റെ സ്ഥാനം എവിടെയാണെന്നാണ് കാണിച്ചത്. ഇങ്ങനെ സൂര്യന്റെ അയനം മൂലം ഭൂമിയിലെ സൂര്യപ്രകാശം പതിക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. എന്തുണ്ടാകുന്നു? സൂര്യപ്രകാശം ലഭിക്കുന്നതിന് ഏറ്റക്കുറച്ചിലുണ്ടാകുന്നു. വർഷത്തിന്റെ ഒരു പകുതിയിൽ ഉത്തരാർദ്ധഗോളത്തിലും മറുപകുതിയിൽ ദക്ഷിണാർദ്ധഗോളത്തിലുമാണ് സൂര്യന്റെ ലംബരശ്മികൾ പതിക്കുന്നത്. അതായത് ഇപ്പൊ സൂര്യൻ ഇവിടെയാണ്, ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ ഇവിടെയാണ് സൂര്യപ്രകാശം കിട്ടുക. ഈ ഒരു ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ സൂര്യപ്രകാശം കിട്ടും. അതല്ല ഇവിടെയാണെങ്കിലോ ഇവിടെയായിരിക്കും സൂര്യപ്രകാശം കിട്ടുക. ഇവിടെ എവിടെയാണോ പൊസിഷൻ അതിനനുസരിച്ചാണ് സൂര്യപ്രകാശം കിട്ടുക. ആ ഭാഗത്ത് സൂര്യൻ എവിടെയാണോ അവിടെ പ്രകാശം കിട്ടുന്നത്, എവിടെയാണോ കൂടുതൽ കിട്ടുന്നത് ആ ഒരു ഭാഗത്ത് ചൂട് കൂടുതലായിരിക്കും, മറുഭാഗത്ത് ചൂട് കുറവുമായിരിക്കും. അപ്പൊ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്ന ഇടം, സൂര്യൻ എവിടെയാണോ ആ ഭാഗത്തു നിന്നാണ് കൂടുതൽ സൂര്യപ്രകാശം ലംബമായിട്ട് പതിക്കുക. അങ്ങനെ ലഭിക്കുന്ന ഇടത്ത് ചൂട് കൂടുതലായിരിക്കും, അല്ലാത്തടത്ത് ചെരിഞ്ഞു പതിക്കുന്നിടത്തൊക്കെ ചൂട് കുറവുമായിരിക്കും. സൂര്യന്റെ അയനവും ഋതുക്കളും. സൂര്യന്റെ അയനം മൂലം ഋതുക്കൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ കാലങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെ കാലമാണത്? വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം. 4 കാലഘട്ടങ്ങളുണ്ട്. 4 കാലമാണ് ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ്?
വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം എന്നിങ്ങനെ 4 വ്യത്യസ്ത ഋതുക്കളാണ് കാണുന്നത്. ഇതിങ്ങനെ മാറി മാറി വരും. വർഷം മുഴുവൻ ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പൊതുവെ ഋതുഭേദങ്ങൾ അനുഭവപ്പെടാറില്ല. അപ്പോൾ ഉഷ്ണമേഖലാ പ്രദേശത്ത് എപ്പോഴും സൂര്യപ്രകാശം കിട്ടുന്നതുകൊണ്ട് ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നില്ല. സൂര്യപ്രകാശത്തിന് ഏറ്റക്കുറച്ചിലില്ലാത്തത് കൊണ്ട് അവിടെ ഋതുഭേദങ്ങൾ ഉണ്ടാകില്ല. പിന്നെ എവിടെയാണുള്ളത്? മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിലാണ് ഋതുഭേദങ്ങൾ കാണപ്പെടുന്നത്. ഈ മിതോഷ്ണ മേഖലാ പ്രദേശത്തെയാണ് മധ്യ അക്ഷാംശ മേഖല എന്ന് പറയാം. മധ്യ അക്ഷാംശ മേഖല. അവിടെ എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്നു. അതുപോലെ ശൈത്യ മേഖലയിലും എന്തില്ല? ഋതുക്കൾ അങ്ങനെ വ്യക്തമായിട്ട് അനുഭവപ്പെടില്ല. കാരണം എന്താ? സൂര്യപ്രകാശത്തിന് ഏറ്റക്കുറച്ചിലുകളില്ല. അവിടെ സൂര്യപ്രകാശം തീരെ കിട്ടാത്ത ഏരിയയാണ്. അതുകൊണ്ട് ഏറ്റക്കുറച്ചിലുകളില്ല. സോ ഋതുക്കളും അവിടെ കാണപ്പെടുന്നില്ല. മാറി മാറി ഋതുക്കൾ ഉണ്ടാവുന്നില്ല. ഇനി ഒരു ചിത്രം നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് സൂര്യരശ്മികൾ പതിക്കുന്നതും ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ആർട്ടിക് വൃത്തം, അന്റാർട്ടിക്, ഉത്തരധ്രുവം, ദക്ഷിണധ്രുവം. ഓക്കെ, ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കാം. ഇനി ഈ ഒരു പിക്ചറിൽ ഞാൻ വരച്ചു കാണിക്കാം. ഓക്കെ, സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലായിരിക്കുമ്പോൾ ഉത്തരാർദ്ധഗോളത്തിനും ദക്ഷിണാർദ്ധഗോളത്തിനും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നു. സൂര്യൻ എവിടെയുണ്ട്? ഇതേ ഇവിടെ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ ഇവിടെ നിൽക്കുന്നു സൂര്യൻ. ഓക്കെ, ഇവിടെ നിൽക്കുമ്പോൾ ഇത് ഉത്തരാർദ്ധഗോളാണല്ലോ, ഇവിടെയും ഇത് ദക്ഷിണാർദ്ധഗോളാണല്ലോ, ഇവിടെയും എന്തുണ്ട്? കൃത്യമായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നു തുല്യ അളവില്. ഈ രണ്ടിടത്തും നടുക്ക് നിൽക്കുകയാണെങ്കിൽ അപ്പുറം ഇപ്പുറം തുല്യം സൂര്യപ്രകാശം കിട്ടും ഇല്ലേ? അങ്ങനെ സൂര്യപ്രകാശം കൃത്യമായിട്ട് കിട്ടുമ്പോൾ ഈ ഒരു ഇവിടെ എത്തി നിൽക്കുന്ന ഈ ഒരു ദിവസം എന്തുണ്ടാവുന്നു? ഈ ഒരു ദിവസം ദിനരാത്രങ്ങൾ തുല്യമായിരിക്കും. ആ ദിവസം എന്നാ? മാർച്ച് 21. ദിനരാത്രങ്ങൾ തുല്യമായിരിക്കും. രാവും പകലും ഒരുപോലെ ആയിരിക്കും. എവിടെ? ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും രാവും പകലും ഒരുപോലെ ഇരിക്കും. തുല്യ അളവിലായിരിക്കും. രാവിന്റെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. ഈ ദിനങ്ങളെയാണ് സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്ന് വിളിക്കാം. രാവും പകലും ഒരുപോലെ ഇരിക്കുന്ന ഒരു ദിവസത്തെയാണ് വിഷുവങ്ങൾ അല്ലെങ്കിൽ സമരാത്ര ദിനങ്ങൾ എന്ന് പറയാം. വിഷുവങ്ങൾ ഇക്വിനോസസ് ഇക്വറ്ററിലാണ്, ഭൂമധ്യരേഖയിലാണ് നിൽക്കുമ്പോഴാണ് 2 അർദ്ധഗോളത്തിലും തുല്യമായിട്ട് സൂര്യപ്രകാശം ലഭിക്കും. മാർച്ച് 21 അതുപോലെ തന്നെ സൂര്യൻ ഇവിടെ എത്തും. ആ ഒരു ദിവസമാണ് സെപ്റ്റംബർ 23. സെപ്റ്റംബർ 23 മാർച്ച് 21 സൂര്യപ്രകാശം എവിടെയുണ്ട്? സൂര്യൻ എവിടെയുണ്ട്? ഭൂമധ്യരേഖയിലുണ്ട്. ഈ 2 ദിവസവും ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും സൂര്യപ്രകാശം തുല്യമായി ലഭിക്കുന്നു. ദിനരാത്രങ്ങൾ തുല്യമായിരിക്കും. രാവും പകലും ഒരുപോലെ ഇരിക്കും. ഒരേ അളവിനായിരിക്കും. രാവിന്റെയും പകലിന്റെയും ദൈർഘ്യം തുല്യമായിരിക്കും. അവയാണ് വിഷുവങ്ങൾ എന്ന് പറയാം. മാർച്ച് 21 സെപ്റ്റംബർ 23 അറിയപ്പെടുന്ന എന്താണ്? വിഷുവങ്ങൾ. മാർച്ച് 21 സെപ്റ്റംബർ 23 ഈ 2 ദിവസങ്ങൾ എന്തറിയപ്പെടുന്നു? വിഷുവങ്ങൾ അല്ലെങ്കിൽ ഇക്വിനോക്സസ്, സമരാത്ര ദിനങ്ങൾ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇത് കിട്ടിയാൽ ബാക്കി കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി മാർച്ച് 21 ഭൂമധ്യരേഖയിലാണ് നിൽക്കുന്നത് അല്ലെ? മാർച്ച് 21 ഭൂമധ്യരേഖയിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് വടക്കോട്ട് ഉത്തരാർദ്ധഗോളത്തിലോട്ട് പോവാണ്. സൂര്യൻ എങ്ങനെ ഉത്തരാർദ്ധഗോളത്തിലോട്ട് നീങ്ങാണ്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ ഉത്തരാർദ്ധഗോളത്തിൽ പോയിട്ട് നേരെ മുകളിലെത്തുന്നു. ഉത്തരായന രേഖയ്ക്ക് നേരെ മുകളിലെത്തുന്നു. ഈ ഒരു പൊസിഷനിൽ ഉത്തരായന രേഖയുടെ മുകളിലെത്തുന്ന ഈ ഒരു ഭാഗം എന്നെത്തും? കൃത്യം മുകളിലെത്തുന്നത് ജൂൺ 21 എത്തുന്നത്. ഓക്കെ, ജൂൺ 21
ഇവിടെ എത്തുന്നു, ഉത്തരായന രേഖയ്ക്ക് മുകളിലെത്തും. ഇവിടുന്ന് വടക്കോട്ട് സഞ്ചരിക്കുന്നു. സൂര്യൻ ഇക്വേറ്ററിൽ നിന്ന് ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് സഞ്ചരിച്ച് ഉത്തരായന രേഖയ്ക്ക് നേരെ മുകളിലെത്തും. ആ ദിവസമാണ് ജൂൺ 21. ആ ദിവസം അറിയപ്പെടുന്നത് ഗ്രീഷ്മ അയനാന്ത ദിനമാണ്. ഗ്രീഷ്മ അയനാന്ത ദിനമാണ്. ഓക്കെ. മാർച്ച് 20 മുതൽ മധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് അയനം ചെയ്ത്, അയനം എന്ന് വെച്ചാൽ സഞ്ചരിച്ച്, സൂര്യൻ യാത്ര ചെയ്ത് ജൂൺ 21, അതായത് 23.5 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിവസത്തെ ഉത്തരാർദ്ധഗോളത്തിൽ അറിയപ്പെടുന്നത് ഗ്രീഷ്മ അയനാന്ത ദിനം അല്ലെങ്കിൽ സമ്മർ സോൾസ്റ്റിസ്. ഗ്രീഷ്മ അയനാന്ത ദിനം. ആ ദിവസം എന്തായിരിക്കും? ഏറ്റവും ദൈർഘ്യമേറിയ പകലും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടും. ഇപ്പൊ സൂര്യൻ എവിടെ നിൽക്കുന്നത്? ഇവിടെയാണ്, ഈ ഉത്തരാർദ്ധ ഗോളത്തിലാണ്. അതുകൊണ്ട് സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ എവിടെ ലഭിക്കുക? ഇവിടെ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? പകല് കൂടുതലായിരിക്കും, രാത്രി കുറവായിരിക്കും. സൂര്യൻ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താ സംഭവിക്കുക? നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളായിരിക്കും സംഭവിക്കുക, അല്ലെ? സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലാണെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്ത് സംഭവിക്കും? നേരെ ഓപ്പോസിറ്റ്. അതായത് രാത്രി കൂടുതലായിരിക്കും, പകല് കുറവായിരിക്കും. ഇവിടെ സൂര്യപ്രകാശം കിട്ടല് കുറവാണ്. സൂര്യൻ ഇവിടെയല്ലേ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ സൂര്യപ്രകാശം കുറവായതുകൊണ്ട് രാത്രി കൂടുതലായിരിക്കും, പകല് കുറവായിരിക്കും. ഓക്കെ. ഇനി മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ, മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ പൊതുവെ വസന്തകാലമായിരിക്കും, സ്പ്രിംഗ് സീസൺ ആണ്. ഓക്കെ. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ. അത് ഏതാ ദിവസം? ഇവിടുന്ന് ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക് പോകുന്ന ആ ഒരു ദിവസങ്ങൾ, ഇത്രയും ഗ്യാപ്പ്. ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക് പോകുന്ന സൂര്യൻ പോകുന്ന ആ ഒരു സമയം ഇവിടെ എന്തായിരിക്കും? വസന്തകാലമായിരിക്കും. വസന്തം. സൂര്യൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ വസന്തകാലമായിരിക്കും. എന്താണ്? വസന്തകാലമായിരിക്കും. അത് അവിടുത്തെ ശൈത്യത്തിൽ നിന്ന് വേനൽക്കാലത്തേക്കുള്ള ഒരു ചേഞ്ച് സംഭവിക്കുന്നത് ആ സമയത്താണ്. സൂര്യൻ അവിടേക്ക് വന്നുകൊണ്ടിരിക്കില്ല. അപ്പൊ അവിടെ ശൈത്യം ഉണ്ടായിരുന്നിടന്ന് മാറി വേനൽക്കാലത്തിലോട്ട് വരികയാണ്. അപ്പൊ അതിന് തൊട്ടു മുമ്പുള്ള ആ ഒരു കാലമാണ് വസന്തകാലം. അവിടെയാണ് ചെടികൾ തളിർക്കുന്നതും പുഷ്പിക്കുന്നതും മാവ് പൂക്കുന്നതും പ്ലാവ് ചക്ക ഉണ്ടാകുന്നതൊക്കെ ഈ ഒരു വസന്തകാലത്തിലാണ്. ഇനി ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമായിരിക്കുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? വസന്തകാലമാണെങ്കിൽ അവിടെ ഗ്രീഷ്മമായിരിക്കും. ദക്ഷിണാർദ്ധഗോളത്തില് ഗ്രീഷ്മമായിരിക്കും. ഇനി നോക്കാം. ജൂൺ 21 മുതൽ ഉത്തരായന രേഖയിൽ നിന്ന് തെക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യൻ സെപ്റ്റംബർ 23 എവിടെ എത്തും? വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലെത്തും. ഈ ഒരു കാലയളവിലാണ് ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലം അല്ലെങ്കിൽ സമ്മർ സീസൺ. അതെങ്ങനെയാണ്? ഇത് ജൂൺ 21 ഉത്തരായന രേഖയിലെത്തി. ഇവിടെ നിന്ന് സൂര്യൻ സഞ്ചരിച്ച് ഇവിടെ എത്തുന്നു. വീണ്ടും ഇക്വേറ്ററിലെത്തുന്നു. ഇക്വേറ്ററിന് മുകളിലെത്തുന്നു. ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തുമ്പോൾ ഈ ഒരു കാലം എന്തായിരിക്കും? ഇവിടെ വേനൽക്കാലം. ഓക്കെ. ഇവിടെ വസന്തകാലമായിരിക്കും, ഇവിടെ വേനൽക്കാലമായിരിക്കും. ഇനി സൂര്യൻ വീണ്ടും സഞ്ചരിച്ച് ദക്ഷിണാർദ്ധഗോളത്തിന്റെ മുകളിലെത്തുന്നു. ഓക്കെ. ദക്ഷിണായന രേഖയ്ക്ക് നേർമുകളിലെത്തും. സൂര്യൻ ഇപ്പൊ ഇവിടെയാണ്. നേർമുകളിലെത്തുന്ന ആ ഒരു ദിവസം എന്താണ്? ഡിസംബർ 22. ഈ ദിവസത്തെ എന്ത് പറയും? ജൂൺ 21 ഉത്തരായന രേഖയിലുള്ള ഈ ഒരു നേർമുകളിലെത്തുന്ന ഈ ഒരു ദിവസമാണ് ഗ്രീഷ്മ അയനാന്ത ദിനം ആണല്ലോ. ഈ 2 ദിവസങ്ങൾ എന്താണ്? വിഷുവങ്ങളാണ്. എന്താണ്? വിഷുവങ്ങളാണ്. ഓക്കെ. പറഞ്ഞ സെപ്റ്റംബർ 23 മുതൽ മധ്യരേഖയിൽ നിന്ന് താഴത്തോട്ട് അയനം ആരംഭിച്ച് 22 ദക്ഷിണായന രേഖയ്ക്ക് മുകളിലെത്തും. ഈ ദിനത്തെ ഉത്തരാർദ്ധഗോളത്തിലാണ് എന്ത് പറയാ? ശൈത്യ അയനാന്ത ദിനം, വിന്റർ സോൾസ്റ്റിസ്.
ശൈത്യ അയനാന്ത ദിനം എന്നാണ് വിളിക്കുക. നമ്മൾ ഉത്തരാർദ്ധഗോളത്തെ മാത്രമാണ് നോക്കുന്നത്. അതായത് ഇവിടെ നോക്കിയറിയാം. ഇപ്പൊ സൂര്യൻ എവിടെയുണ്ട്? ദക്ഷിണാർദ്ധഗോളത്തില് ഡിസംബർ 22 വന്ന് നിൽക്കുക. ഈ ഒരു സമയത്ത് ഉത്തരാർദ്ധഗോളം ഉത്തരാർദ്ധഗോളത്തില് എന്തില്ല? സൂര്യനില്ല. ഇവിടെ എന്തായി? ഈ ഒരു വേനൽക്കാലമൊക്കെ മാറി സൂര്യൻ ഇവിടെ എത്തിയപ്പോ ഇവിടെ ശൈത്യകാലം ആരംഭിച്ചു. അപ്പൊ ഈ ഒരു ദിവസം ഡിസംബർ 22 അതിന്റെ പീക്ക് ലെവലാണ്. അതിനോട് ശൈത്യ അയനാന്ത ദിനം എന്നാണ് ഡിസംബർ 22 ഉത്തരാർദ്ധഗോളത്തിൽ അറിയപ്പെടുന്നത്. ശൈത്യ അയനാന്ത ദിനം. ഓക്കെ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ദക്ഷിണാർദ്ധഗോളത്തിൽ സംഭവിക്കുക. ഇവിടെ ശൈത്യം ആണ് ഇപ്പൊ ഉത്തരാർദ്ധഗോളത്തിലുള്ളത്. ഈ ഒരു ഭാഗത്ത് ശൈത്യമാണ്. സൂര്യൻ ഇവിടെ എത്തിയപ്പോ ഈ ഭാഗത്ത് ശൈത്യമാണ്. നമ്മൾ ഉത്തരാർദ്ധഗോളത്തെ മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ഓക്കെ, ഉത്തരാർദ്ധഗോളത്തെ മാത്രം കണക്കാക്കുമ്പോഴാണ് ഡിസംബർ 22 ഇവിടെ ശൈത്യ അയനാന്ത ദിനമായിട്ട് മാറുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിലല്ല ശൈത്യ അയനാന്ത ദിനം ഉണ്ടാവുക. സൂര്യൻ എവിടെയാ നിൽക്കണ? ദക്ഷിണാർദ്ധഗോളത്തിലാണ്. അതുകൊണ്ട് ഉത്തരായന രേഖയില് അല്ലെങ്കിൽ ഉത്തരാർദ്ധഗോളത്തിലാണ് ശൈത്യ അയനാന്ത ദിനമായിട്ട് മാറുന്നത്. ഡിസംബർ 22 ഒരു ഗോളത്തെ മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, ഇവിടുന്ന് പിന്നെയും സഞ്ചരിക്കും. ഈ ഒരു ഭാഗം എന്ത് പറയും? സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ നമുക്ക് ശൈത്യ അയനാന്ത ദിനം എന്നാണ് പറഞ്ഞത്. ആ ഒരു സമയം എന്തായിരിക്കും? ഹേമന്തമായിരിക്കും. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? അത് ഹേമന്തം അല്ലെങ്കിൽ ഓട്ടം സീസൺ ആയിരിക്കും. ഹേമന്തകാലമാണ്. വേനൽക്കാലത്ത് നിന്ന് ശൈത്യത്തിലേക്ക് മാറുകയാണ്. നമ്മൾ പറഞ്ഞു ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ വേനൽക്കാലാണ്. ആ സെപ്റ്റംബർ 23 നിന്ന് ഡിസംബർ 22 വരികയാണ്. ആ ഇതിലേക്ക് വരുന്ന ആ ഒരു കാലഘട്ടമാണ്, ടൈമാണ് ഹേമന്തം എന്നറിയപ്പെടുന്നത്. ഹേമന്തം. ഈ കാലയളവില് അന്തരീക്ഷത്തിൽ ഊഷ്മാവ് കുറയുന്നു. പകലിന്റെ ദൈർഘ്യം കുറയും, രാത്രിയുടെ ദൈർഘ്യം കൂടും. മരങ്ങള് ഇല പിടിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. വരാനിരിക്കുന്ന വരണ്ട ശൈത്യകാല തയ്യാറെടുപ്പാണ് ഇല പിടിക്കൽ എന്ന് പറയാം. ഓക്കെ, ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തമായിരിക്കുമ്പോ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തായിരിക്കും? ഹേമന്തമായിരിക്കുമ്പോ ദക്ഷിണാർദ്ധഗോളത്തില് വസന്തകാലമായിരിക്കും. ഓക്കെ, ഹേമന്ത ഓപ്പോസിറ്റ് വസന്തമാണ്. ഇനി ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ നിന്നും വടക്കോട്ടാണ് ആരംഭിക്കുന്ന സൂര്യൻ മാർച്ച് 21 വീണ്ടും രേഖ മുകളിലെത്തുന്നു. ഈ ഒരു കാലയളവാണ് ശൈത്യകാലം അല്ലെങ്കിൽ വിന്റർ സീസൺ എന്നറിയപ്പെടുന്നത്. നോക്കാം, നമുക്ക് വീണ്ടും സൂര്യൻ എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഡിസംബർ 22 തൊട്ട് മാർച്ച് 21 വരെയുള്ള ഈ ഒരു ടൈം ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നതാണ്. ഇതെന്ന് പറയാം ശൈത്യകാലം എന്ന് പറയാം. ഒരു ടൈമാണ് ശൈത്യകാലം. ഇവിടെ ഹേമന്തം. ഓക്കെ, വേനൽക്കാലം എന്ന് പറഞ്ഞാൽ ഗ്രീഷ്മം, അതിനല്ലേ വേനൽക്കാലം എന്ന് പറയുന്നത്. ഓക്കെ, 4 കാലഘട്ടമാണ് പറഞ്ഞത്, 4 കാലമാണ് പറഞ്ഞത്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. നന്നായി പഠിച്ചു വെക്കുക. ഒരു തെറ്റും കൂടാതെ പറയാൻ കിട്ടുന്ന പോലെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. വസന്തത്തിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഹേമന്തമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തമാണെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ ഹേമന്തമായിരിക്കും. ഉത്തരായന ഗോളത്തില് ഗ്രീഷ്മമാണെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തില് ശൈത്യമായിരിക്കും. ഗ്രീഷ്മ ഓപ്പോസിറ്റ് ശൈത്യം. അന്ന് ഓർത്ത് വെച്ചിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗോളത്തിന്റെ കാര്യം മാത്രം നോക്കിയിട്ട് നമ്മൾ പറഞ്ഞ പോലെ നല്ല പോലെ പഠിക്കാം. ഇതൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡേറ്റുകളും അതുപോലെ അതിന്റെ ചലനവും ആ ഒരു സമയത്ത് പറയുന്ന കാലവും
ഏത് ഋതുവാണ് ആ സമയത്ത് വരുന്നത് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് വിടാം. സൂര്യൻ മാർച്ച് 21 എവിടെയാണ്? ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരുന്നു. ഇങ്ങനെ വരുന്ന ദിവസമാണ് മാർച്ച് 21. മാർച്ച് 21 എന്തറിയപ്പെടുന്നു? വിഷുവങ്ങൾ എന്നറിയപ്പെടുന്നു. മാർച്ച് 21 മാത്രമല്ല, സെപ്റ്റംബർ 23 ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ എത്തുന്നതുകൊണ്ട് എന്തെന്ന് പറയും? വിഷുവങ്ങൾ എന്നാണ് പറയുക. സമരാത്ര ദിനങ്ങൾ അല്ലെങ്കിൽ വിഷുവങ്ങൾ, ഇക്വിനോസസ് എന്ന് പറയും. സൂര്യൻ ഇവിടുന്ന് മാർച്ച് 21 തൊട്ടിട്ട് ജൂൺ 21 വരെ പോയി ഉത്തരായന രേഖയ്ക്ക് മുകളിലെത്തുന്നു. ഉത്തരായന രേഖയുടെ നേരെ മുകളിലെത്തുന്ന ഈ ഒരു സമയം, ആ ഒരു ദിവസം ജൂൺ 21 എന്താണ്? ഗ്രീഷ്മ അയനാന്ത ദിനമാണ്. എന്താണ് ഗ്രീഷ്മ അയനാന്ത ദിനം? എന്താണ്? ജൂൺ 21. ഇത്രയും യാത്ര ചെയ്യുന്ന ഈ ഒരു സമയമാണ് വസന്തകാലം. അതായത് വേനൽക്കാലത്തേക്ക് മാറുകയാണ്. വേനൽക്കാലത്ത് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സമയം, പൂക്കൾ പൂക്കുന്നതും ഒക്കെയുള്ള ആ ഒരു സമയം, വേനൽക്കാലത്തേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ്, ഗ്രീഷ്മ അയനാന്തത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഉള്ള സമയമാണ് വസന്തകാലം. വസന്തകാലം എപ്പോഴാണ്? മാർച്ച് 21 തൊട്ട് ജൂൺ 21 ഇടയിലായിട്ട് വരുന്ന ഒരു സമയമാണ്. എവിടെ? ഉത്തരാർദ്ധഗോളത്തില്. ഉത്തരാർദ്ധഗോളത്തിൽ വസന്തമാണെങ്കിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്തായിരിക്കും അത്? വസന്തത്തിന്റെ ഓപ്പോസിറ്റ് ഹേമന്തം ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ രണ്ടും കൂടി മാറി മാറി കൺഫ്യൂഷൻ ആവണ്ട, ഒരെണ്ണത്തിന്റെ കാര്യം പഠിച്ചു വെച്ചാൽ മതി. ഒന്നിന്റെ ഓപ്പോസിറ്റ് മറ്റേതാണെന്ന് ഓർത്ത് വെച്ചാൽ കറക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പൊ ജൂൺ 21 വരെ നമുക്ക് വസന്തകാലമാണ്. ജൂൺ 21 തൊട്ട് സൂര്യൻ വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് മുകളിലെത്തുന്നു. സെപ്റ്റംബർ 23 ആ ദിവസം സമരാത്ര ദിനമാണ്, അല്ലെങ്കിൽ വിഷുവങ്ങൾ എന്നറിയപ്പെടുന്നു. ഈ ഒരു സമയമാണ് ഗ്രീഷ്മം അല്ലെങ്കിൽ വേനൽക്കാലം എന്നറിയപ്പെടുന്നത്. ജൂൺ 21 തൊട്ട് സെപ്റ്റംബർ 23 വരെ ഗ്രീഷ്മം അല്ലെങ്കിൽ വേനൽക്കാലം. ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലം ജൂൺ 21 തൊട്ട് സെപ്റ്റംബർ 23 വരെയാണ്. ഇവിടുന്ന് സൂര്യൻ പിന്നെയും താഴത്തോട്ട് സഞ്ചരിക്കുന്നു. സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് എത്തുകയാണ്. ഇപ്പൊ സെപ്റ്റംബർ 23 തൊട്ട് ഡിസംബർ 22 വരെയുള്ള ആ ഒരു ടൈം ഹേമന്തമാണ്. ഓക്കെ, ഹേമന്തമാണ്. ഇത് എന്തിന്റെ? ഉത്തരാർദ്ധഗോളത്തിലാണ് കേട്ടോ. ഉത്തരാർദ്ധഗോളത്തില് ഹേമന്തമാണ്. ഇപ്പൊ ദക്ഷിണാർദ്ധഗോളത്തിൽ അത് വസന്തായിരിക്കും, കാരണം സൂര്യൻ ഇവിടെയല്ലേ നിൽക്കുന്നത്. ഈ ഒരു സമയം ഹേമന്തായിരിക്കും. ഡിസംബർ 22 എന്താണ്? ശൈത്യ അയനാന്ത ദിനം. ഇവിടെ എത്തുമ്പോൾ ശൈത്യായി. ഈ ഒരു പോയിന്റിലെത്തിയപ്പോൾ ശൈത്യായി. ഉത്തരാർദ്ധഗോളത്തില് ശൈത്യം അനുഭവപ്പെടാൻ തുടങ്ങി. ഡിസംബർ 22 തൊട്ട് മാർച്ച് 21 വരെ ശൈത്യകാലമാണ്. ശൈത്യകാലം. മാർച്ച് 21 വരെ ശൈത്യകാലം. വീണ്ടും വസന്തം, ഗ്രീഷ്മ, ഹേമന്തം, ശൈത്യം, ഇങ്ങനെ പോകും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ദക്ഷിണാർദ്ധഗോളത്തിൽ സംഭവിക്കുക. ഇത് ഉത്തരാർദ്ധഗോളത്തിൽ സംഭവിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് ദക്ഷിണാർദ്ധഗോളത്തിൽ സംഭവിക്കും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് വീഡിയോ കാണുക. കുറച്ച് ടൈം എടുത്താലും കുഴപ്പമില്ല, റിപ്പീറ്റ് അടിച്ച് കാണാൻ ശ്രമിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അതാണ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. മാർച്ച് 21 തൊട്ട് ജൂൺ 21 വരെ എന്താണ്? ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക് പോവാണ്. മുകളിലോട്ട് പോകുന്നു. ഉത്തരായന രേഖയിലേക്ക് പോവാണ്. മാർച്ച് 21 തൊട്ട് ജൂൺ 21 വരെ. മാർച്ച് 21 വിഷുവങ്ങളാണ്. ജൂൺ 21 ഗ്രീഷ്മ അയനാന്ത ദിനമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ അപ്പൊ എന്താണ്? വസന്തമാണ്. വസന്തം. ഉത്തരായന രേഖയിലേക്ക് പോവുകയാണ്. അപ്പൊ സൂര്യൻ ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്യാണ്. അപ്പൊ വേനൽക്കാലം ആയിട്ടില്ല. വേനൽക്കാലത്തിന് തൊട്ട് മുമ്പ് സൂര്യൻ അവിടെ എത്തണേ ഉള്ളൂ. ഉത്തരായന രേഖയ്ക്ക് മുകളിൽ എത്തിയതിന് ശേഷമാണ് വേനൽക്കാലം ഉണ്ടാകുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള സമയം ഉത്തരാർദ്ധഗോളത്തിൽ വസന്തമായിരിക്കും. അതിന് നേരെ ഓപ്പോസിറ്റ് ദക്ഷിണാർദ്ധഗോളത്തിൽ ഹേമന്തമായിരിക്കും. ജൂൺ 21 തൊട്ട് സെപ്റ്റംബർ 23 വരെ സൂര്യൻ അവിടുന്ന് താഴത്തോട്ട് വരികയാണ്. ഉത്തരായനരേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് വന്നു. ആ സമയം ജൂൺ 21 തൊട്ട് സെപ്റ്റംബർ 23 വരെ വേനൽക്കാലാണ്, ഗ്രീഷ്മമാണ്. ഉത്തരായന രേഖയിൽ നിന്ന്
ഭൂമധ്യരേഖയിലേക്ക് വരുന്നു. അതായത് സൂര്യൻ ഏറ്റവും മുകളിലെത്തി അവിടുന്ന് താഴത്തോട്ട് വരികയാണ്. ആ ഒരു ടൈം വേനൽക്കാലാണ്, ഗ്രീഷ്മമാണ്. ഗ്രീഷ്മത്തിന്റെ ഓപ്പോസിറ്റ് ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യം അനുഭവപ്പെടുന്നു. സെപ്റ്റംബർ 23 തൊട്ട് ഡിസംബർ 22 വരെ എന്താണ്? ഭൂമധ്യരേഖയിൽ നിന്ന് വീണ്ടും ദക്ഷിണായന രേഖയിലേക്ക് സൂര്യൻ വരികയാണ്. ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക് സൂര്യൻ വരും. ഈ ഒരു സമയമാണ് ഹേമന്തം. ഈ ഒരു സമയം ഹേമന്തം. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക് സൂര്യൻ വരുന്നതാണ് ഹേമന്തം എന്നറിയപ്പെടുന്നത്. അതായത് സൂര്യൻ താഴത്തോട്ട് പോന്നു, ഇനി ഉത്തരാർദ്ധഗോളത്തിൽ സൂര്യൻ ഇല്ല, അതുകൊണ്ട് അവിടെ ഹേമന്തം. അപ്പൊ ദക്ഷിണാർദ്ധഗോളത്തിൽ അത് വസന്തമായി, സൂര്യൻ അവിടേക്ക് വരികയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ ആ ഒരു മൊമെന്റ് എന്താന്ന്? മനസ്സിലായില്ല. ഇനി ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ വീണ്ടും എങ്ങോട്ടാ? ഇക്വറ്ററിലേക്ക്, ഭൂമധ്യരേഖയിലേക്ക് സൂര്യൻ പോവുകയാണ്. ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് പോവുകയാണ്. ആ ഒരു സമയം ശൈത്യമാണ് ഉണ്ടാകുന്നത്. ശൈത്യം. സൂര്യൻ എവിടെയാ? ഉത്തരാർദ്ധഗോളത്തില് ഇല്ല. എവിടെ ഉണ്ട്? ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ ഒരു കാലമാണ് ശൈത്യകാലം. ഉത്തരാർദ്ധഗോളത്തിൽ അത് ശൈത്യവും ദക്ഷിണാർദ്ധഗോളത്തിൽ അത് ഗ്രീഷ്മമായിരിക്കും. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല പോലെ പഠിക്കുക, കൺഫ്യൂഷൻ ഇല്ലാണ്ട്. വളരെ ഇത് എളുപ്പമാണ്, പക്ഷെ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോവും. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ. ഇന്ത്യയിലെ ഋതുക്കളെ പൊതുവായിട്ട് 6 തിരിക്കുന്നുണ്ട്. സാധാരണ ഋതുക്കൾ എത്രയാ? 4. പൊതുവെ ഋതുക്കളെ 4 തിരിക്കുന്നു. എന്തൊക്കെയാ? വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ശൈത്യം. ഇന്ത്യയിലെ ഋതുക്കളെ 6 തിരിക്കുന്നു. വസന്തകാലം മാർച്ച് തൊട്ട് ഏപ്രിൽ വരെ. മാർച്ച് ഏപ്രിൽ വസന്തമാണ്. അതായത് വേനൽക്കാലത്തോട് അടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വസന്തകാലമാണ് പറയുന്നത്. മാർച്ച് തൊട്ട് ഏപ്രിൽ വരെ വസന്തകാലമാണ്. ഗ്രീഷ്മം, വേനൽക്കാലം. മെയ് തൊട്ട് ജൂൺ വരെയുള്ള ഗ്രീഷ്മകാലം. മെയ് തൊട്ട് ജൂൺ വരെ. വർഷകാലം ജൂലൈ ടു ആഗസ്റ്റ്. മഴ ലഭിക്കുന്ന മാസങ്ങളാണ് ജൂലൈ ടു ആഗസ്റ്റ് വർഷകാലം. ശരത്കാലം സെപ്റ്റംബർ തൊട്ട് ഒക്ടോബർ വരെ. ശരത്കാലം സെപ്റ്റംബർ തൊട്ട് ഒക്ടോബർ വരെ. ഹേമന്തം നവംബർ ടു ഡിസംബർ. ഹേമന്തം നവംബർ ടു ഡിസംബർ. ശിശിരകാലം ജനുവരി തൊട്ട് ഫെബ്രുവരി. ഓക്കെ, അപ്പൊ നമുക്ക് കാലങ്ങൾ എവിടുന്ന തുടങ്ങണമെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ ഒരു ഓർഡർ കിട്ടിയ ഈ ഒരു ഓർഡർ കിട്ടും. മാർച്ചിൽ തുടങ്ങുന്നു, വസന്തം മാർച്ച്. ഓക്കെ, ഗ്രീഷ്മം മെയ്, വസന്തം മാർച്ച്, മാർച്ച് ടു ഏപ്രിൽ വസന്തകാലം. ഗ്രീഷ്മകാലം, ഗ്രീഷ്മം മാ ഉണ്ടതില്ല, മെയ് തൊട്ട് ജൂൺ വരെ. വർഷകാലം, കാലം വർഷം, കാലം നമുക്ക് ജൂലൈ ടു ആഗസ്റ്റ് എന്ന് ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട്. ഗ്രീഷ്മകാലം മെയ് ടു ജൂൺ. ശരത്കാലം സെപ്റ്റംബർ ടു ഒക്ടോബർ. ഹേമന്തം നവംബർ ടു ഡിസംബർ. ശിശിരം ജനുവരി തൊട്ട് ഫെബ്രുവരി വരെ. ശിശിരത്തില് 2 ജനുവരി ഫെബ്രുവരി ശിശിരം. ഓക്കെ, ഇനി സൂര്യന്റെ അയനവും അതിന്റെ അർദ്ധഗോളത്തിലുണ്ടാകുന്ന ഋതുക്കളൊക്കെ കുറിച്ച് പറഞ്ഞു. ഇനി ഈ ശൈത്യ അയനാന്ത ദിനത്തെ തുടർന്ന് സൂര്യൻ ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക് അയനം ആരംഭിക്കുകയും ജൂൺ 21 ഉത്തരായന രേഖയ്ക്ക് മുകളിലെത്തി ആണല്ലോ. നമ്മൾ പറഞ്ഞ സംഭവം തന്നെ. സൂര്യൻ ശൈത്യ അയനാന്ത ദിനം, അതിനെ തുടർന്ന് എവിടെ എത്തും? ദക്ഷിണായന രേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക് അയനം ആരംഭിക്കും. ഇതിപ്പോ ഭൂമിയായിരിക്കാം. കേട്ടിട്ടുണ്ട്, ഇവിടെ ഉത്തരായന രേഖയുണ്ട്, ദക്ഷിണായന രേഖയുണ്ട്. സൂര്യൻ ഇവിടെയാണ് നിൽക്കുന്നത് അല്ലെ? ഇവിടെ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ട ഇതുവരെയുള്ള ഈ ഒരു യാത്ര, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഒരു യാത്ര അറിയപ്പെടുന്നത് ഉത്തരായനം എന്നാണ്.
ഇവിടെ നോക്കാം. സൂര്യൻ ഇപ്പോൾ ദക്ഷിണായന രേഖയിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഉത്തരായന രേഖയിലേക്ക് എത്തുന്ന ഈ ഒരു യാത്ര, ദക്ഷിണായന രേഖയിൽ നിന്ന് സൂര്യൻ ഉത്തരായന രേഖയിലേക്ക് എത്തുന്ന ആ ഒരു യാത്ര, സൂര്യന്റെ അയനത്തെയാണ് ഉത്തരായനം എന്ന് പറയാം. തുടങ്ങിയത് ദക്ഷിണായന രേഖയിലാണെങ്കിലും എത്തുന്നത് ഉത്തരായന രേഖയിലാണ്. എവിടെ എത്തിച്ചേരുന്നു ആ പേരാണ് രക്ഷിക്കുന്നത്. ഉത്തരായന രേഖയിലെത്തുന്നതുകൊണ്ട് അത് ഉത്തരായനം എന്ന് വിളിക്കും. ഇതാണ് ഉത്തരായനം എന്ന് വിളിക്കും. ഇനി ഇവിടുന്ന് തിരിച്ച് ഉത്തരായന രേഖയിലേക്കാണ് സൂര്യൻ എത്തിയെങ്കിൽ ഇത്രയും ഭാഗം, ഈ ഒരു യാത്ര അറിയപ്പെടുന്നത് ദക്ഷിണായനം എന്നാണ്. ദക്ഷിണായനം എന്നറിയപ്പെടും. ഓക്കെ. ഉത്തരായന കാലത്ത് ഉത്തരാർദ്ധഗോളത്തിൽ പകൽ കൂടി വരും. സൂര്യൻ ഇവിടേക്ക് എത്തുമ്പോൾ പകല് കൂടും. അതുപോലെ ഗ്രീഷ്മ അയനാന്തത്തിൽ ശൈത്യ അയനാന്തം ഇവിടെ വെച്ചിട്ടാണ് സംഭവിക്കുക. ഗ്രീഷ്മ അയനാന്തം സംഭവിക്കുന്നത് ഇവിടെ വെച്ചാണ്. ഈ ഗ്രീഷ്മ അയനാന്തത്തെ തുടർന്ന് സൂര്യൻ എവിടെ ഉത്തരായന രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക് നേർമുകളിൽ എത്തുകയും ചെയ്യും. അതിനാണ് ദക്ഷിണായനം എന്ന് പറയാം. അപ്പോൾ ദക്ഷിണായന കാലത്ത് ഉത്തരാർദ്ധഗോളത്തിലെ പകലുകൾക്ക് എന്ത് സംഭവിക്കും? പകല് കുറയും, രാത്രി കൂടും ആണല്ലോ. നേരെ ഒപ്പോസിഷനാണ് സംഭവിക്കുക. അതായത് മാർച്ച് മുതൽ സെപ്റ്റംബർ 6 മാസക്കാലം സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലാവും. ഈ കാലയളവിലെ ഉത്തര ധ്രുവ പ്രദേശങ്ങളിൽ 6 മാസക്കാലം തുടർച്ചയായിട്ട് പകല് കൂടുതലായിരിക്കും. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ 6 മാസക്കാലം സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലായതിനാൽ ഉത്തര ധ്രുവ പ്രദേശങ്ങൾ 6 മാസക്കാലം തുടർച്ചയായി രാത്രിയായിരിക്കും. മനസ്സിലായല്ലോ? ഇതിന് നേരെ ഓപ്പോസിറ്റ് ദക്ഷിണ ധ്രുവത്തിൽ സംഭവിക്കും. ഇനി ഭ്രമണവും സമയ നിർണയവും. ഇത് എസ് കെ പൊറ്റക്കാടിന്റെ പാതിരാ സൂര്യന്റെ നാടി എന്ന് പറയുന്ന ഒരു ഭാഗത്തുള്ളതാണ്. വായിച്ചു നോക്കിയാൽ മതി. എസ് കെ പൊറ്റക്കാടിന്റെ ബുക്കാണ് പാതിരാ സൂര്യന്റെ നാട്ടിൽ. ഇതൊരു യാത്രാ വിവരണമാണ് കേട്ടോ. വയ്ക്കാൻ മതി. അർദ്ധരാത്രിയിലും സൂര്യൻ 6 മാസക്കാലത്തോളം ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും എന്ത് സംഭവിക്കും? പകല് കൂടുതലായിരിക്കും. ഇനി ഭൂമിയിലെ സമയത്തെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെ സമയം നിർണ്ണയിക്കുന്നത്? ഭൂമിയുടെ പരിക്രമണത്തോടൊപ്പം ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം അച്ചുതണ്ടില ഭ്രമണം ചെയ്യുന്നുണ്ട് അല്ലെ? ഭൂമി സ്വയം അച്ചുതണ്ടില തിരിയുന്നുണ്ട്. ഈ ഭ്രമണ ഫലമായിട്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത് ആണല്ലോ. ഭ്രമണ പ്രകാരമാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഭൂമിയുടെ ഭ്രമണം എന്താണ്? പടിഞ്ഞാറുന്ന് കിഴക്കോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ എടുക്കുന്നു. എടുക്കും. ഭ്രമണം പടിഞ്ഞാറുന്ന് കിഴക്കോട്ടായതുകൊണ്ട് സൂര്യോദയം കിഴക്കുന്നായിരിക്കും. ഇത്രയും ബേസ് ആണ് ഭൂമിയുടെ ഭ്രമണത്തെ കുറിച്ചുള്ള ബേസിക് ആണ്. ഭൂമിയുടെ കോണളവ് 360 ഡിഗ്രിയാണ്. ഭൂമിയെ ഒരു തുല്യമായി ഭാഗിച്ചാൽ, ഇങ്ങനെ ആയിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ മൊത്തം 360 ഡിഗ്രി ആയിരിക്കും. ഇതിന് നേരെ മുകളിൽ നേർ പകുതി എന്ന് പറഞ്ഞാൽ അത് 180 ആയിരിക്കും. ഓക്കെ, 360 ഡിഗ്രിയാണ് മൊത്തം. ഭൂമിയുടെ കോണളവ് എത്രയാ? 360 ഡിഗ്രി. ഓരോ ഡിഗ്രി കോണളവിലും ഓരോ അംശം വീതം വരച്ചാൽ, ഇതുപോലെ ഓരോ രേഖാംശം വരച്ചു കഴിഞ്ഞാൽ 360 രേഖാംശം ലഭിക്കും ആണല്ലോ. ഓരോന്നും ഓരോ ഡിഗ്രി വെച്ച് കളിച്ചാൽ 360 രേഖാംശങ്ങൾ കിട്ടും. അപ്പോൾ ഈ 360 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ടത് 24 മണിക്കൂറാണ്. ഈ 360 ഡിഗ്രിയും തിരിഞ്ഞു വരാനായിട്ട് ഭൂമിക്ക് വേണ്ടത് 24 മണിക്കൂറാണ്. ആകെയുള്ളത് 24 മണിക്കൂറാണ്. ഈ 24 മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റാം. 24 × 60 ചെയ്താൽ 1440 മിനിറ്റ് കിട്ടും. അതായത് 360 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 1440 മിനിറ്റ് ആണ് ആണല്ലോ. 360 ഡിഗ്രി തിരിയാൻ വേണ്ടത് 1440 മിനിറ്റ് ആണെങ്കിൽ 1 ഡിഗ്രി തിരിയാൻ എത്ര വേണം? 1440/360 ചെയ്താൽ 4 മിനിറ്റ് ആണ് കിട്ടുക. ഭൂമിക്ക് 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റ് ആണല്ലോ. അപ്പൊ 1 മണിക്കൂർ അല്ലെങ്കിൽ 60 മിനിറ്റ്
1 മണിക്കൂർ തിരിയാൻ എത്ര വേണം? 1 ഡിഗ്രി 4 മിനിറ്റ് ആണെങ്കിൽ 1 മണിക്കൂർ 15 × 4 ചെയ്താൽ 60 മിനിറ്റ് കിട്ടും. 15 × 4 ചെയ്താൽ 60 മിനിറ്റ്. 60 മിനിറ്റ് എന്താണ്? 1 മണിക്കൂറാണ്. അതുകൊണ്ട് 1 മണിക്കൂർ തിരിയാൻ എത്ര ഡിഗ്രി വേണം? 15 ഡിഗ്രിയാണ്. 1 മണിക്കൂർ 15 ഡിഗ്രി. അതായത് 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂർ വേണം. ഓക്കെ. അതായത് 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശ പ്രദേശമാണ് ഇതിന് മുന്നിലൂടെ കടന്നു പോകുന്നത്. 1 മണിക്കൂറിൽ 15 ഡിഗ്രിയാണ് കടന്നു പോകുക. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രി രേഖാംശത്തിലൂടെ കടന്നു പോകുന്നു. ഓക്കെ. ഭൂമിയുടെ ഭ്രമണം എവിടെ നിന്നാണ്? ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് കിഴക്കോട്ടാണ്. ആണല്ലോ, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ട് സമയം കൂടുതൽ രേഖപ്പെടുത്തുന്നത് കിഴക്കോട്ടും സമയക്കുറവ് രേഖപ്പെടുത്തുന്നത് പടിഞ്ഞാറോട്ടും ആയിരിക്കും. പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടാണ് ഭൂമി സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് കിഴക്കിന്റെ ഭാഗത്ത് സമയം കൂടുതലായിരിക്കും. കിഴക്കോട്ട് പോകുമ്പോൾ സമയം കൂടും, വെസ്റ്റിലോട്ട് പോകുമ്പോൾ പടിഞ്ഞാട്ട് പോകുമ്പോൾ സമയം കുറയുകയും ചെയ്യും. 1 ഡിഗ്രിക്ക് 4 മിനിറ്റ് വീതം കുറഞ്ഞു വരും. പടിഞ്ഞാട്ട് പോകുമ്പോൾ 4 മിനിറ്റ് കുറയും, ഇങ്ങോട്ട് പോകുമ്പോൾ കിഴക്കോട്ട് പോകുമ്പോൾ 4 മിനിറ്റ് കൂടുകയും ചെയ്യും. പ്രത്യേകത മനസ്സിലായോ? ഇത് കറക്റ്റ് 0 ഡിഗ്രി രേഖാംശ രേഖയിലാണ് നിൽക്കുന്നതെങ്കിൽ 1 ഡിഗ്രി ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 4 മിനിറ്റ് ആണ് ഇവിടെ കുറയാം. 1 ഡിഗ്രി മാറിയാൽ 4 മിനിറ്റ് കുറയും. ഒരു 15 ഡിഗ്രിയാണ് ഇങ്ങോട്ട് മാറിയെന്ന് വെച്ചാൽ 1 മണിക്കൂറാണ് ഇവിടെ കുറയുക. ഇവിടെ 12 മണിയാണെങ്കിൽ ഇവിടെ 11 മണിയായിട്ട് മാറും. ഓക്കെ. ഇങ്ങോട്ട് കുറയും, ഈസ്റ്റിലോട്ട് കൂടും. അതെന്തുകൊണ്ടാ? ഭൂമിയുടെ 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റ് വേണം. 4 മിനിറ്റ് വേണം. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടായതുകൊണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടായതുകൊണ്ട് ഇവിടെ 4 മിനിറ്റ് കൂടും, ഇങ്ങോട്ടാകുമ്പോൾ 1 ഡിഗ്രി കുറയും, 4 മിനിറ്റ് കുറയും. ഗ്രീനിച്ച് രേഖയും സമയം. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത്. ഇവിടുന്ന് തൊട്ട് ഇതാണ്ട ഇങ്ങനെ ഒരു സെന്ററിൽ കൂടെ വരച്ചു കഴിഞ്ഞാൽ 0 ഡിഗ്രി രേഖാംശ രേഖയാണിത്. റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടിയാണ് ഈ ഒരു രേഖ പോകുന്നത്. അതുകൊണ്ട് ഇതിന് ഗ്രീനിച്ച് രേഖ എന്നാണ് അറിയപ്പെടുക. എവിടെയാണ്? ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്ത്. ഓക്കെ. എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് കേട്ടോ. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തുള്ള സമയം നിർണ്ണയിക്കുന്നതിനാൽ ഈ ഒരു രേഖയെ പറയുന്ന പേര് പ്രൈം മെറീഡിയൻ എന്നാണ്. ഗ്രീനിച്ച് രേഖ അറിയപ്പെടുന്നത് പ്രൈം മെറീഡിയൻ ആണ്. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം അല്ലെങ്കിൽ ഗ്രീൻവിച്ച് മീൻ ടൈം GMT എന്നാണ് പറയാ. ഗ്രീൻവിച്ച് മീൻ ടൈം GMT. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി 1 മണിക്കൂർ വീതമുള്ള 24 മേഖലകളായി തിരിച്ചിരിക്കുന്നു. ഇവ സമയമേഖലകൾ എന്നാണ് അറിയപ്പെടുക. ഓരോ മണിക്കൂർ വീതമുള്ള 24 സമയമേഖലകളായിട്ട് തിരിച്ചിരിക്കുന്നു. എത്രയാണ്? 24 സമയമേഖലകൾ. ഇതിനെ ആധാരമാക്കി ഈ ഒരു 0 ഡിഗ്രി ഗ്രീനിച്ച് രേഖയെ ആധാരമാക്കിയാണ് നമ്മൾ പ്രൈം മെറീഡിയൻ, അതിനെന്ത് പറയുന്ന പേരാണ്? പ്രൈം മെറീഡിയൻ, ഗ്രീനിച്ച് സമയം കണക്കാക്കുന്നത്. ഓരോ രേഖാംശത്തിലെയും പ്രാദേശിക സമയത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാവും. വിവിധ രേഖാംശങ്ങളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ അതാതിടങ്ങളിലെ പ്രാദേശിക സമയം പരിഗണിച്ചാൽ അത് ഉത്തരങ്ങളും ആശയക്കുഴപ്പം ഉണ്ടാക്കും. ഇത് മറികടക്കാൻ വേണ്ടി രാജ്യങ്ങൾ അവരുടെ കേന്ദ്ര ഭാഗത്തൂടി കടന്നു പോകുന്ന രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെ രാജ്യത്തിന്റെ മുഴുവൻ സമയമായിട്ടാണ്, പൊതു സമയമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഓരോ രാജ്യത്തിനും സ്ഥലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇത് മൊത്തത്തിലൊരു ടൈം മേഖലയായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു രാജ്യം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ ഇവിടെ ഒരു രേഖാംശം ഉണ്ടാകും, ഇവിടെ ഒരു രേഖാംശം ഉണ്ടാകും. ഈ 2 രേഖാംശത്തിനിടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെയാ? 68 ഡിഗ്രി 97 ഡിഗ്രി രേഖാംശ രേഖയ്ക്ക് ഇടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ നടുക്കൂടെ
ഒരു രേഖാംശരേഖ പോകുന്നുണ്ട്. അതാണ് 82.5 ഈസ്റ്റ്. ഓക്കെ, 82.5 ഈസ്റ്റ്. ഇതാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്ന രേഖ, മാനക രേഖാംശം. ഓക്കെ, രേഖാംശ വ്യാപ്തി കൂടിയ രാജ്യങ്ങളുണ്ട്. അപ്പൊ ഇന്ത്യക്ക് ഒരു രേഖാംശരേഖ വേണ്ടു. അധികം വ്യാപ്തി ഇല്ലാത്തതുകൊണ്ട് ഒരു രേഖാംശരേഖ എടുത്താൽ മതി അല്ലെ. ഒരുപാട് സ്ഥലങ്ങളുള്ള രാജ്യങ്ങൾക്ക് ഒരു രേഖാംശം പോരാ. ഒന്നിലധികം രേഖാംശങ്ങളെ മാനക രേഖാംശമായി പരിഗണിച്ച് മാനക സമയങ്ങൾ നിർണയിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഓരോ രാജ്യവും ഇത്തരത്തിൽ ഏറെക്കുറെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയാണ് മാനക രേഖാംശയായി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആയിട്ട് പരിഗണിക്കുന്നത്. മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെയാണ് രാജ്യത്തിന്റെ മാനക സമയം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയാം. അപ്പോൾ ഓരോ രാജ്യവും ഇതുപോലെ അവരുടെ സെന്ററിൽ കൂടെ പോകുന്ന ആ ഒരു രേഖാംശത്തെ വെച്ചിട്ടാണ് സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്നത്. അതിനെയാണ് സ്റ്റാൻഡേർഡ് മെറിഡിയൻ അല്ലെങ്കിൽ മാനക രേഖാംശം എന്ന് പറയാം. ഈ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ പറഞ്ഞു പൂർവ്വ രേഖാംശം അല്ലെങ്കിൽ ഈസ്റ്റ്. അപ്പൊ ഇങ്ങനെ രണ്ട് രേഖാംശത്തിന്റെ ഇടയിലാണ് ഇന്ത്യയുള്ളത്. 68-നും 97-നും ഇടയിൽ ആണല്ലോ. ഇതിന് നടുക്കൂടെ ഇതിന് ഏകദേശം മധ്യത്തായിട്ട് 82.5 പൂർവ്വ രേഖാംശം ഈസ്റ്റ്, പൂർവം ഈസ്റ്റ് രേഖാംശം ഉണ്ട്. അതിനെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശം കണക്കാക്കുന്നത്. ഈ രേഖാംശ പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയം. ഓക്കെ, ഇതിനെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 5 മണിക്കൂർ മിനിറ്റ് അധികമാണ്. ഗ്രീനിച്ച് ടൈമില്ലേ, മൊത്തത്തിലുള്ള ഗ്രീനിച്ച് ടൈമിനേക്കാൾ 5.5 മണിക്കൂർ കൂടുതലായിരിക്കും. ഓക്കെ, 5.5 മണിക്കൂർ കൂടുതലായിരിക്കും. ഈസ്റ്റ് ആയതുകൊണ്ടാണ് കൂടുന്നത്, അല്ലെങ്കിൽ ഇങ്ങോട്ടാണ് വെസ്റ്റ് ആണെങ്കിൽ കുറയും. നമ്മൾ 82 ഈസ്റ്റ് ആണ്, ഈസ്റ്റ് രേഖാംശം ആയതുകൊണ്ടാണ് 5.5 മണിക്കൂർ ടൈം കൂടുതലായിരിക്കും. ഗ്രീനിച്ച് ടൈമിനേക്കാളും പ്രൈം മെറിഡിയനേക്കാളും ഒക്കെ 5.5 മണിക്കൂർ കൂടുതലായിരിക്കും. അതായത് നമ്മള് ഇപ്പൊ ഗ്രീനിച്ച് ടൈം ഉള്ളത് 1 മണി ആണെങ്കിൽ ഇന്ത്യയിൽ അത് സമയം 5:30 ആയിരിക്കും. ഗ്രീനിച്ച് ടൈം 2 മണിയാണെങ്കിൽ 6:30 ആയിരിക്കും. ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ. ഗ്രീനിച്ച് രേഖയിൽ നിന്ന് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ 150 ഡിഗ്രി രേഖാംശ വരെ ഓരോ 15 ഡിഗ്രിയിലും സമയം കണക്കാക്കിയാണ് ഈ പട്ടിക കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു 150 ഡിഗ്രിക്ക് അപ്പുറവും ഇപ്പുറവും ഇങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക. 160 ഡിഗ്രിയാണ് മൊത്തത്തില്. ഇത് സെൻട്രലാണ് 150 ഡിഗ്രി. 150 ഡിഗ്രിയാണ് ഡേറ്റ് ലൈൻ ആയിട്ട് കണക്കാക്കുക. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ആണ് ഈ 150 ഡിഗ്രി എന്ന് പറയുന്നത്. ഇതിന്റെ ഇങ്ങോട്ട് പോകുന്നതോറും ഈസ്റ്റിലോട്ട് പോകുമ്പോൾ ടൈം കൂടും, വെസ്റ്റിലോട്ട് പോകുമ്പോൾ ടൈം കുറയും. ഇവിടെ ഗ്രീനിച്ച് രേഖയിലെ സമയം വെള്ളിയാഴ്ച 10 മണിയാണെങ്കിൽ പടിഞ്ഞാട്ട് എന്ത് സംഭവിക്കും? 9 മണി ഉണ്ടാവും. 15 ഡിഗ്രിയിൽ, അതായത് 1 മണിക്കൂർ കുറയും, 9 മണിയാവും. ഇവിടെ എത്തുമ്പോൾ 1 മണിക്കൂർ കൂടും. കിഴക്കോട്ടാണെങ്കിൽ 1 മണിക്കൂർ കൂടും, 11 മണിയാവും. ഇവിടെ 8 മണിയാവുമ്പോൾ ഇവിടെ 12 മണിയാവും. അങ്ങനെ കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇനി നമ്മൾ പറഞ്ഞു കിഴക്കോട്ടും പടിഞ്ഞാട്ടും 150 ഡിഗ്രി ഏകാംശത്തിൽ എത്തുമ്പോൾ 24 മണിക്കൂറിന്റെ സമയ വ്യത്യാസം കാണാൻ കഴിയില്ലേ? ഇവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട്. ഇവിടെ എ എന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ടോ? ഈ എ എന്ന സ്ഥലത്ത് 150 ഡിഗ്രി രേഖാംശ രേഖ ഉണ്ട് അല്ലെ? അപ്പോ ഇതൊരു രാജ്യത്തു കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ രാജ്യത്തിന്റെ ഇപ്പുറം ഉള്ളവർക്ക് ഈസ്റ്റിലോട്ട് കിടക്കുമ്പോൾ 1 മണിക്കൂർ കുറയും. ഇങ്ങോട്ട് പോകുന്നതോറും 1 ദിവസം കൂടുകയും ചെയ്യും അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും 1 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അല്ലെ? അങ്ങനെ 1 ദിവസം മാറാതിരിക്കാൻ വേണ്ടിയിട്ട്
ഇങ്ങനെ ഒരു ദിവസം മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെന്ത് ചെയ്തില്ല, രാജ്യങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ഒന്ന് വളച്ചാണ് വരച്ചിരിക്കുന്നത്, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടല്ല നമുക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് ഇതിവിടെ പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലിടുക്കുകളിലൂടെയും അതുപോലെ ജനവാസം ഇല്ലാത്ത ദ്വീപുകളിലൂടെയാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കൊടുത്തിരിക്കുന്നത്. ഈ രേഖ മുറിച്ച് കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്നവർ ഒരു ദിവസം കുറച്ച് കണക്കാക്കുന്നു. ഇതിനെയാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുക. ഇവിടെ നോക്കാം, ഉച്ചയ്ക്ക് ഗ്രീച്ച് സമയം ഉച്ചയ്ക്ക് 12 മണിയാണെങ്കിൽ ഇന്ത്യയിലെ സമയം എന്തായിരിക്കും? 12 ആണെങ്കിൽ 1, 2, 3, 4, 5, 5:30 ആയിരിക്കും അല്ലേ? കണക്കാക്കുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞു. ഗ്രീനിച്ചില് ഇന്ത്യയിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള രേഖാംശ വ്യത്യാസം 82 ഡിഗ്രി അല്ലെങ്കിൽ 82.30 ഇനി 15 ഡിഗ്രി രേഖാംശത്തിന്റെ സമയ വ്യത്യാസം 1 മണിക്കൂറാണ്. ആണല്ലോ, നമ്മൾ പറഞ്ഞതാണ് 15 ഡിഗ്രി രേഖാംശത്തിന്റെ സമയ വ്യത്യാസം 1 മണിക്കൂറാണ്. അപ്പൊ 82 ഡിഗ്രി രേഖാംശത്തിന്റെ സമയ വ്യത്യാസം 82/15, അതാണ് 5.5 മണിക്കൂർ എന്ന് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 5.5 മണിക്കൂറായിട്ട് മാറുന്നത്. അത് ഈസ്റ്റ് ആയതുകൊണ്ട് കൂടുതലായിരിക്കും. ഗ്രീനിച്ചിന്റെ കിഴക്കായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതിനാൽ ഗ്രീനിച്ച് നമ്മളേക്കാൾ 5.5 മണിക്കൂർ കൂടുതലായിരിക്കും. അപ്പൊ ഇന്ത്യയിലെ സമയം ഗ്രീനിച്ച് സമയം പ്ലസ് സമയ വ്യത്യാസം 12 മണിയാണെങ്കിൽ 12 കൂടെ 5.5 മണിക്കൂറും കൂടി 5 PM കിട്ടും. 5:30 PM ആൻസർ കിട്ടും. അതിന് അടുത്ത എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. ഇനി ഈ ഒരു ചോദ്യം നോക്കാം. ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്ന ഘടകം. ഓക്കെ, ഋതുഭേദങ്ങൾക്ക് കാരണമാകാത്തത് ഭൂമിയുടെ ഭ്രമണമാണ്. ഭ്രമണം എന്തല്ല, ഋതുഭേദങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല. ഭ്രമണം എന്തുമായിട്ട് ബന്ധമുള്ളൂ? ദിനരാത്രങ്ങളും സമയവും ഒക്കെ ആയിട്ടാണ് ഭ്രമണത്തിന് ബന്ധം. ഭൂമിയുടെ പരിക്രം, അച്ചുതണ്ടിന്റെ ചെരിവ്, അച്ചുതണ്ടിന്റെ സാന്ദ്രത ഇവയെല്ലാം എന്താണ്? ഋതുഭേദങ്ങൾക്ക് കാരണമാണ്. സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലാണ്. എന്തുകൊണ്ടാണ്? ഭൂമിയുടെ പരിക്രമണം കാരണമാണ്. ഇങ്ങനെ ചലനം സംഭവിക്കുന്നതുകൊണ്ടാണ് ഈ സൂര്യരശ്മികള് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ കാണപ്പെടുന്നത്. ഈ ദിവസങ്ങളിലേക്ക് പ്രത്യേകത നമ്മൾ പറഞ്ഞു, അതൊക്കെ നന്നായിട്ടൊന്നുകൂടി നോക്കുക. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.